പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ഒക്കെ പോലുള്ള സിനിമകൾ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം അക്കാഡമിക്കായിട്ടുള്ള ഒരു നോളജ് നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യും സിനിമയിൽ. അത് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു. പഠിച്ചതിന് ശേഷം മാത്രമേ സിനിമയ്ക്കകത്ത് പ്രവർത്തിക്കൂ എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധം കൂടിയായിരുന്നു. സിനിമ കാണുന്നത് മാത്രമായിരുന്നു നമ്മുടെ അറിവെന്ന് പറയുന്നത്. ഇപ്പോഴും മഞ്ജു വാര്യർ ഇപ്പോൾ ഉദാഹരണം സുജാത പോലെയുള്ള സിനിമകൾ അല്ലെങ്കിൽ കന്മതം പോലെയുള്ള സിനിമകൾ ചെയ്ത് കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു ലേണർ എന്നുള്ള നിലയ്ക്ക് ഞാൻ സിനിമയിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് മലയാളികളെ ഇൻസ്പിറേഷൻ ചെയ്ത ഒരു മൂവിയാണ് ഉദാഹരണം സുജാത എന്ന് പറയുന്നത്. അതുകൊണ്ട് മലയാളികൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ഉദാഹരണം സുജാതയുടെ ഡയറക്ടറും നമ്മുടെ STCയുടെ അലൂമിനിയമായ ഫാൻറ്റം പ്രവീൺ ചേട്ടനാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. നമസ്കാരം ചേട്ടൻ. ഉദാഹരണം സുജാതയാണല്ലോ ചേട്ടൻ്റെ ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത്. അപ്പം ആദ്യം എടുക്കുന്ന ഒരു മൂവി ഒരു ഇൻസ്പിറേഷൻ മൂവി ആയിട്ട് എടുക്കാൻ കാരണം എന്താണ്? അങ്ങനൊരു പ്ലാൻഡായിട്ട് വരുന്നതല്ല അതിൽ. ഇൻസ്പിറേഷൻ മൂവീസ് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിന് സിനിമകളിലേക്ക് ഇപ്പം പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ഒക്കെ പോലുള്ള സിനിമകൾ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം അത് ഇതിൻ്റെ ഒരു ഫിലിമിൻ്റെ ഒരു പ്രോജക്റ്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ വളരെ യാദൃശ്ചികമായിട്ടാണ് അങ്ങനത്തെ ഒരു സ്റ്റോറിയിലേക്ക് നമ്മൾ എത്തുന്നത്. അങ്ങനെ മനഃപൂർവ്വമായിട്ട് നമ്മൾ ഇൻസ്പിറേഷൻ മൂവി തന്നെ ചെയ്യണം എന്നുള്ള രീതിയിലാവുന്നത്. പക്ഷേ അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പം മൂവി ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പോകുന്നവരുണ്ട്, ഫിലിം പഠിച്ചിട്ട് എടുക്കുന്നവരുണ്ട്, അല്ലാണ്ട് പഠിക്കാതെ മൂവീസ് എടുക്കുന്നവരുണ്ട്. അപ്പോൾ ചേട്ടൻ എന്ന് പറഞ്ഞ് ഫിലിം അല്ലെങ്കിൽ മീഡിയ പഠിച്ച് ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് പോയ ഒരാളാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് ഈ ഒരു കടക്കുന്നതിന് ബെനിഫിറ്റ് എന്താണ് ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? തീർച്ചയായിട്ടും അക്കാഡമിക്കായിട്ടുള്ള ഒരു നോളജ് നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യും സിനിമയിൽ. നമ്മളിപ്പം മുമ്പൊക്കെ സിനിമയ്ക്കകത്ത് ഫിലിം ഡയറക്ടർ എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് എത്തുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി വർഷങ്ങൾ നമ്മൾ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊക്കെ നിന്ന് ചായ കൊടുത്ത് തുടങ്ങിയിട്ട് അങ്ങനെയാണ് പലരും ഫിലിം മേക്കർ ആയിട്ടുള്ളത്. പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു മൾട്ടിമീഡിയയുടെ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു MA ഫിലിം ആൻഡ് ടെലിവിഷൻ പോലുള്ള കോഴ്സുകൾ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ഈ വളരെ ഷോർട്ട് ടൈമിൽ നമുക്ക് സിനിമ എന്താണെന്ന് മനസ്സിലാക്കാനും പിന്നെ നമുക്ക് അതിനുള്ളൊരു സാഹചര്യം ഒരു പ്രോജക്റ്റിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം മാത്രം അതിന് വേണ്ടിയിട്ട് 1-2 പ്രോജക്റ്റുകളൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് കോൺഫിഡൻസ് കൂടും. അത് ഒരുപാട് എന്നെ പേഴ്സണലി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു. പഠിച്ചതിന് ശേഷം മാത്രമേ സിനിമയ്ക്കകത്ത് പ്രവർത്തിക്കൂ എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധം കൂടിയായിരുന്നു. ഇപ്പം ഈ മീഡിയ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ ഇൻസ്പിറേഷൻ ആയിട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻറ്റ്. അപ്പം ചേട്ടനെ ഇൻസ്പയർ ചെയ്ത് അങ്ങനെ ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻസ് അങ്ങനെ ഉണ്ടോ ലൈഫിൽ? അങ്ങനെയല്ല, ഞാനൊരു 10th ആയപ്പോഴത്തേക്ക് ഈ ഒരു പ്രൊഫഷനാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്ര നമുക്ക് അറിവ് മാത്രമേ അതിനെ കുറിച്ചുള്ളൂ. സിനിമ കാണുന്നത് മാത്രമായിരുന്നു നമ്മുടെ അറിവെന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ ആ സിനിമകൾ നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുത്തി അതുപോലെയൊക്കെ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് എന്താണ് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്നു. അതിനെന്തൊക്കെ വഴികളാണോ ഉള്ളത് എന്നുള്ളത് അങ്ങനെ കറക്റ്റായിട്ടുള്ളൊരു പാത്ത് ഉണ്ടായിരുന്നു എനിക്ക്. നമ്മൾ +2 എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. +2 കഴിയുന്നു, അത് കഴിഞ്ഞിട്ട് ഡിഗ്രി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതുപോലെ ഫിലിം സ്റ്റഡീസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുശേഷം സിനിമയിൽ വന്ന് വർക്ക് ചെയ്യണമെന്ന് ആ ട്രാക്ക് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പം അതിനകത്ത് നമ്മൾ ഓരോ ഘട്ടത്തിലും നമ്മൾ ഈ പറയുന്ന പോലെ വായിക്കുന്ന പുസ്തകങ്ങൾ, കാണുന്ന സിനിമകളൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, വ്യക്തികളും. ഇപ്പം ഏതൊരു മൂവിയും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നത് അതിൻ്റെ കാസ്റ്റിംഗ് കൂടെ റെഡി ആകുമ്പോഴാണ്. അപ്പോൾ ഒരു ക്യാരക്ടർ എടുക്കുമ്പം അതിൽ അനുയോജ്യമായ ഒരു ആക്ടറിനെ തന്നെ നമ്മൾ പ്ലേസ് ചെയ്യണം. അപ്പം ഈ ഉദാഹരണം സുജാതയുടെ മൂവിയിൽ മഞ്ജു ചേച്ചിനെയാണ് സുജാതയായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് മഞ്ജു വാര്യരിലേക്ക് എത്തിയത് ആ ഒരു കാസ്റ്റ്? നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഞാൻ ആദ്യം ചുവട് വെക്കുമ്പോൾ തന്നെ ഇത് ആദ്യം ഡിസൈഡ് ചെയ്തത് ഈ ഒരു വേഷം മഞ്ജു വാര്യർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ സിനിമ ചെയ്യത്തുള്ളൂ എന്നായിരുന്നു നമ്മുടെ ഇതിൻ്റെ പ്രൊഡ്യൂസറിന് ഒരിക്കൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അതായത് അപ്പുറത്തേക്ക് എനിക്ക് വേറെ ആരെയും ഇപ്പോഴും തോന്നുന്നില്ല അത് ചെയ്യാനായിട്ട്. ഒരു പക്ഷേ നമ്മൾ കന്മതമൊക്കെ പോലുള്ള സിനിമകൾ കണ്ടിട്ടുള്ള ഇപ്പോഴും മഞ്ജു വാര്യർ ഇപ്പോൾ ഉദാഹരണം സുജാത പോലെയുള്ള സിനിമകൾ അല്ലെങ്കിൽ കന്മതം പോലെയുള്ള സിനിമകൾ ചെയ്ത് കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കുറച്ചും കൂടെ നമ്മുടെയൊക്കെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നമുക്ക് തോന്നൽ ആ ആക്ട്രസിനുണ്ട്. അപ്പോൾ അതൊക്കെ ഈ സിനിമയ്ക്ക് ഒരുപാട് അനുകൂലമായി നമുക്ക് വന്നു. അപ്പം അത്തരം പല കാര്യങ്ങളുണ്ട്. അവരോട് ആ കഥാപാത്രത്തോടും ആ വ്യക്തിയോടും തോന്നുന്ന ഇഷ്ടം നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സിനിമ. ചേട്ടൻ അപ്പം ഏത് ജോണറിലുള്ള മൂവീസ് എടുക്കാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഏത് ജോണറിലാണ് ഇനിയിപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏത് ജോണറിലുള്ള മൂവീസാണ്? അല്ല, എല്ലാ തരത്തിലുള്ളത് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ എല്ലാവർക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ മനുഷ്യരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കഥകൾ ഏത് തരത്തിലുള്ളതാണെങ്കിലും അതിൽ ശ്രമം നടത്തും. ഇപ്പം മീഡിയ പഠിച്ച ഒരാളല്ലേ ചേട്ടൻ. അപ്പം സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണെങ്കിലും ഡയറക്ഷൻ, ആക്ടിങ്, അങ്ങനെ സിനിമാറ്റോഗ്രാഫി എല്ലാം പഠിച്ചിറങ്ങിയ ഒരാളാണ്. ഇപ്പം വർക്ക് ചെയ്യുന്നത് ഡയറക്ടറായിട്ടാണ്. മറ്റേതെങ്കിലും ഫീൽഡിലോട്ട് കയറാൻ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഞാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ആണ് ഞാൻ
ഈ പറഞ്ഞില്ലേ നമ്മളൊരു ഡിസൈഡ് ചെയ്തിരിക്കുന്നത് അത് അവസാനം വരെ നമ്മൾ അങ്ങനെയാണ്. ഇതിനിടയ്ക്ക് എന്തെങ്കിലും നമുക്കറിയത്തില്ല, സിറ്റുവേഷൻസ് മാറി വരുമ്പോൾ. എന്നാലും ഇപ്പോഴും ഞാൻ സിനിമയ്ക്കകത്ത് സജീവമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന പറഞ്ഞു ഞാൻ പല സിനിമകളുടെയും ഭാഗമായിട്ട് ഞാൻ മാറുന്നുണ്ട്. ഇപ്പോഴും ഈ പറഞ്ഞ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ സിനിമകൾക്കകത്തൊക്കെ ഞാൻ സഹകരിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓരോ കാലഘട്ടത്തിലും എന്തൊക്കെയാണ് സിനിമയിലുള്ള മാറ്റങ്ങൾ അത് നമ്മൾ അറിയുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഒരു ലേണർ എന്നുള്ള നിലയ്ക്ക് ഞാൻ സിനിമയിൽ എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ്. ഉദാഹരണം സുജാത പോലുള്ള മൂവീസ് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ചേട്ടൻ്റെ ഭാഗത്തു നിന്ന്. അപ്പം എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടോ? ചേട്ടൻ എന്തെങ്കിലും ഡ്രീം പ്രോജക്റ്റ് അങ്ങനെ എന്തെങ്കിലും വർക്ക് മൈൻഡിലുണ്ടോ ഇനിയും? അല്ല, അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുത്തുന്ന ഒരുപാട് തരം കഥകളുണ്ട്. അതൊക്കെ നമ്മൾ ഈ സിനിമയിലേക്ക് നമ്മളത് എത്തിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അതിന് ഒരുപാട് വർഷങ്ങൾ നമ്മൾ കാത്തിരിപ്പ് വേണ്ടി വരും. ആ വർഷങ്ങൾ കാത്തിരുന്നാലേ ചിലപ്പോൾ അത് സംഭവിക്കത്തുള്ളൂ. നമ്മുടെ മുമ്പിൽ തന്നെ ഈ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട്. ഇപ്പം ബ്ലസി സാറിനെ പോണക്കുള്ള എനിക്ക് ഒരുപാട് പഠിക്കുന്ന കാലങ്ങൾ തൊട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടൊക്കെ നമുക്ക് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളൊരു ഡയറക്ടറൊക്കെ ഇത്രയും വർഷം വെയിറ്റ് ചെയ്തിട്ട് ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അതൊരു ഡ്രീം പ്രോജക്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത്രയ്ക്കും പെയിൻഫുള്ളായിട്ടായിരിക്കും ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുള്ളത്. അത് സിനിമയായിട്ട് തിയേറ്ററിൽ കാണാനെങ്കിലും പറ്റിയത്. അപ്പം എനിക്ക് തോന്നുന്നത് അപ്പം അത്തരത്തിലുള്ള നമ്മുടെ ഉള്ളിലും കഥകളുണ്ട്. അതും ഇത്രയും നമ്മളുടെ യാത്ര ചെയ്യേണ്ടി വരുമായിരിക്കും അതൊക്കെ തിയേറ്ററിലേക്ക് എത്താൻ, അതൊരു പ്രോജക്റ്റായി മാറാനൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇവിടെ മീഡിയ പഠിച്ചിറങ്ങിയ ഒരാളാണ് ചേട്ടൻ. ഒരു സ്റ്റുഡൻ്റായിട്ട് ഇറങ്ങിയിട്ട് തിരിച്ചിപ്പോൾ ഒരു ഡയറക്ടറായിട്ടോ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ചേട്ടൻ എന്താണ് ഫീൽ ചെയ്യുന്നത്, എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം? എക്സ്പീരിയൻസ് ചെയ്യുന്ന പറഞ്ഞാൽ എനിക്കിത് അപരിചിതമായിട്ടുള്ളൊരു സ്ഥലമല്ല. ഞാൻ ഈ കോളേജ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് ഞങ്ങളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ സൗഹൃദങ്ങളും നമ്മുടെ അധ്യാപകരും മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ടുള്ള ബന്ധം അന്നു മുതൽ ഇന്ന് വരെ ഒരേപോലെ എല്ലാവരുമായിട്ട് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു അപരിചിതത്വം തോന്നുന്നില്ല. ഇത് നമ്മുടെ ഒരു സ്പേസ് ആയിട്ട് തന്നെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരുപാട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ പഠിക്കുന്നു, അതിനുശേഷം നമുക്കുണ്ടാകുന്ന സൗഹൃദങ്ങളിൽ നിന്നുള്ള കണക്ഷനിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മളൊരു പക്ഷേ സിനിമയിലേക്ക് നമ്മൾ വരുന്നത്. അല്ലെ ഒന്നിച്ച് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ പലരും ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള സുഹൃത്തുക്കൾ തന്നെയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ എൻ്റെ വൈഫ് പോലും ഇവിടുത്തെ എൻ്റെ ജൂനിയറായിട്ടാണ് പഠിച്ചത്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കോളേജ് കൊണ്ടുള്ള ഗുണങ്ങൾ വേണമെങ്കിൽ പറയാം. ഇവിടെ പഠിച്ചിറങ്ങിയത് ഏറ്റവും നല്ലൊരു അനുഭവം എന്താണെന്ന് ഷെയർ ചെയ്യാമോ? ഇവിടെ അനുഭവം ഷെയർ ചെയ്യാന്ന് പറയുന്നത് കുറേ എക്സ്പീരിയൻസ്. കാരണം ഞങ്ങൾ വന്ന സുഹൃത്തുക്കളുണ്ട്. അതായിരുന്നു ഞങ്ങളുടെ ബലം എന്ന് പറയുന്നത്. നമ്മൾ ഒരേപോലെ നമ്മൾ ഈ മീഡിയത്തെ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു ടീം രൂപപ്പെടുത്താനായിട്ട് സാധിച്ചു. അവരൊക്കെ തന്നെ ഇന്ന് അത്യാവശ്യം മലയാള സിനിമയിലും അല്ലാതെ ഒക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. ഈവൻ നീൽ ഡിക്കൂന എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറമാൻ കത്തനാറിൻ്റെ ഇപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ക്യാമറമാൻ. ഇവിടെ ഞങ്ങൾ ഒന്നിച്ച് ഇതുപോലെ ഒരേ ടീമിലാണ്. ഇപ്പം അജിത് മാമ്പൽ എന്ന് പറഞ്ഞാൽ ഇപ്പം കൊണ്ടൽ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, ഒരു സോഫിയ പോളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിനിമ. ഇവരൊക്കെ ഞങ്ങളിൽ പ്രജീഷ്, എഡിറ്റേഴ്സ് ആയാലും ക്യാമറമാന്മാരായാലും ഡയറക്ടേഴ്സ് ആയാലും ഒരുപാട് പേര് ഇവിടെ നിന്ന് ഈ കോളേജിൽ നിന്ന് നമുക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് ആണ്. അങ്ങനത്തെ ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്ത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്നൊരു കാര്യം. പിന്നെ അധ്യാപകർ, അവരുടെയൊക്കെ ഒരു അനുഗ്രഹവും ഒക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ട്. ചേട്ടാ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ. ഏറ്റവും കൂടുതൽ കൗതുകം കൊടുത്തൊരു കാര്യമാണ് ചേട്ടൻ്റെ പേര് ഫാൻഡം പ്രവീൺ എന്നുള്ളത്. അപ്പം ഈ ഫാൻഡം എന്നുള്ളതിൻ്റെ പിന്നിൽ എന്താണെന്നും കൂടെ പറയാം. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പം അതെൻ്റെ ഒരു 10-12 പ്ലസ് 2 പഠിക്കുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെയാണ് എൻ്റെ പേര്. അപ്പം അങ്ങനെ ഒരു നിക് നെയിമായിട്ട് വന്നതാണ്. അത് ഞാൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു.